ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നായർ സേട്ടനെ കുറിച്ചാണ്. നമ്മുടെ രാഹുൽ ആർ നായർ സേട്ടനെ കുറിച്ച്. ആളെ ഓർമ്മയില്ല, സൗദിയിൽ ഇരുന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റാൻ പറ്റി ലാസ്റ്റ് പെടുന്നായപ്പം മാപ്പ് പറഞ്ഞ് മെല്ലെ ഊരിയ സേട്ടനല്ലേ ആ രാഹുൽ ആർ നായർ സേട്ടനെ കുറിച്ച് തന്നെ. ആ നായരേട്ടനുണ്ടല്ല ഇന്നലെ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നലെ ആരെ നെഞ്ചത്തെ കയറിയെന്നറിയാം? നമ്മളെ വേടനില്ലേ, വേടന്റെ നെഞ്ചത്ത്. അതിന്റെ കാരണം എന്താ അറിയാം? വേടൻ മിനിഞ്ഞാൻ നടന്ന ഒരു പരിപാടിയിൽ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിൽക്കണം, എന്നാൽ മാത്രമേ BJPക്കെതിരെ നമുക്ക് പോരാടാൻ പറ്റൂന്ന് പറഞ്ഞിരുന്നു. അതാണ് നമ്മളെ സംഘിക്കുട്ടന്റെ കുരുപൊട്ടിയത്. നമ്മളെ സംഘി നായരൂട്ടന്റെ കുരുപൊട്ടിച്ചത്. അത് കേട്ട് കുരുപൊട്ടിയ നമ്മളെ നായരൂട്ടനുണ്ടല്ല മുസ്ലിങ്ങളെ പിന്നെ എങ്ങനെയും കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ വേടനെതിരെ അങ്ങ് തിരിഞ്ഞു. നമുക്കെന്താ നമ്മളെ നായരൂട്ടൻ വേടനെതിരെ പറഞ്ഞ ആ മഹത് വാക്കുകൾ കേട്ടിട്ട് വന്നാലോ? നിലനിൽക്കാൻ കാരണം എന്താ അറിയോ? നമ്മളെ പോലുള്ള ന്യൂനപക്ഷങ്ങളാണെങ്കിൽ ഇല്ലെങ്കിൽ മുമ്പേ എന്നെ നമ്മളെ കഴിച്ചിട്ട് പോയാൽ മനസ്സിലാവുന്നുണ്ട്. അതിവിടെ കസാര ഇട്ടിരിക്കുന്നവർക്കും കാണാൻ വേണ്ടി രണ്ട് കാലിൽ മണിക്കൂറായിട്ട് നിൽക്കുന്നവർ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയില് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത്, വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത്, സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് മക്കളെ. ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരികയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. മിസ്റ്റർ വേടൻ, അതേപോലെ താങ്കളോട് തിരിച്ചൊരു കാര്യം പറയട്ടെ. കഞ്ചാവ് കേസിൽ അകപ്പെട്ടിട്ടും പീഡനക്കേസിലും ബലാത്സംഗ കേസിലൊക്കെ അകപ്പെട്ടിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ഇതേപോലൊരു പൊതുവേദിയിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാനും താങ്കളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ അത് താങ്കൾ ഇന്ത്യയിലായതുകൊണ്ടും താങ്കൾ കേരളത്തിലായതുകൊണ്ടും ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. അതെ, ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. അല്ലാതെ തന്റെ പിതാവിന്റെ സ്ഥലമൊന്നുമല്ല ഇത്. വേടൻ ഇവിടെ പാട്ട് പാടുന്നതന്നെ നിന്റെ പിതാവിനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ. ഒന്ന് പോയടാ സംഗി. പിന്നെ നീ പറഞ്ഞ കഞ്ചാവ് കേസും പീഡന കേസും അത് രണ്ടും ഇപ്പൊ കോടതിയിലല്ലേ ഉള്ളത്. കോടതി വേടനെതിരെ ഒരു ശിക്ഷയും വിധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ ഡയലോഗ് നീ വിടുകട്ടാ. പിന്നെ പീഡന കേസിന്റെ കഥ നീ അധികം പറഞ്ഞിട്ടാ. ഉത്തരേന്ത്യയിലെ സംഘികളിലെ അവിടെ പീഡന കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ വലിയ സംഘികളിലെ ഉന്നത കുല സംഘികള് അവര് മാലയിട്ടാണ് ആ പീഡന കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സംഘികളെ സ്വീകരിക്കുന്നത്. വലിയ സംഖ്യ ഉത്തരേന്ത്യയിലെ കാര്യമൊക്കെ വിടും. നമ്മളെ കേരളത്തിലുണ്ടല്ലോ പാലത്തായി പപ്പനില്ലേ, പപ്പനെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് ആ പപ്പനെ പുറത്തിറക്കാൻ വേണ്ടി നിന്റെ സംഖ്യയിലുണ്ടല്ലോ പിരിവ് നടത്തിയെന്ന്, ബക്കറ്റ് പിരിവ്. അതുകൊണ്ട് അമ്മാതി ഡയലോഗൊന്നും നീ കൂടുതൽ അടിക്കണ്ടട്ടാ. വേടനത്തിനുണ്ടല്ലോ കോടതി ഇതുവരെ ഒരു ശിക്ഷയും വിധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് വേടന എവിടെ വേണമെങ്കിലും പോകാം, എവിടുന്ന് വേണമെങ്കിലും പാട്ട് പാടാം. അതിനൊക്കെ നിന്റെ അനുവാദവും നിന്റെ ഒരു കടലാസും വേണ്ട മൊണ്ണ സംഖ്യ. നമുക്ക് ഈ മൊണ്ണ സംഖ്യന്റെ അടുത്ത കുരുവട്ടൽ കേട്ടിട്ട് വന്നാലോ? പറയുമ്പോ എല്ലാം പറയണമല്ലോ. പിന്നെ താങ്കളുടെ കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പാട്ടുകളും മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. എല്ലാവരും നിങ്ങളുടെ കലാപരമായിട്ടുള്ള താങ്കളുടെ പാട്ടുകളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പില്ല എന്നുണ്ടെങ്കിലും താങ്കളുടെ കലാപരമായിട്ടുള്ള താങ്കളുടെ കഴിവിനോട് എല്ലാവർക്കും ബഹുമാനം തന്നെയാണ്. അപ്പോ വേടൻ ഒരു കാര്യം ചിന്തിക്കണം. ഒരു കലാകാരന് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയൊക്കെ ഉണ്ടാവണം. അത് അങ്ങനെയാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞാല് സമൂഹത്തിനോട് പ്രതിബദ്ധത ഉള്ള ആൾക്കാരാണ്. താങ്കൾ ഈ സ്റ്റേജിൽ വന്നു നിന്ന്, ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വന്നു നിന്ന് ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റുമ്പോ, വർഗീയത പച്ചയ്ക്ക് വിളിച്ച് പറയുന്നതിലൂടെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മോനെ സംഘിക്കുട്ട, വേടൻ എന്ത് വർഗീയതയാണ് പറഞ്ഞത്? എന്ത് വർഗീയത എന്ന് പറഞ്ഞത് അതൊന്നും നീ പറഞ്ഞു തരുക. ഇനി അതിനു പകരം നിന്റെ ഊളച്ചിരിയില്ലേ, ആ ഊളച്ചിരിയിരിക്കില്ല. വേടൻ എന്ത് വർഗീയതയാന്ന് പറഞ്ഞത് അത് മാത്രം നീ പറ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാല് വർഗീയതയാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? മൊണ്ണെ സംഘി. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ വർഗീയവാദികളായി പറഞ്ഞത് നീയും നീ അടങ്ങുന്ന സംഘികളും അല്ലേ വട്ടവളിയ? അങ്ങനെയുള്ള നിങ്ങൾക്കെതിരെ, നിന്നെപ്പോലത്തെ വർഗീയവാദികൾക്കെതിരെയല്ലേ വേടൻ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടല്ലേ നിനക്കും നിന്റെ സംഖ്യക്കും വേടനെ കാണുമ്പോ, വേടന്റെ പാട്ട് കേൾക്കുമ്പോ കുരുപൊട്ടുന്നത്. പിന്നെ നീ പറഞ്ഞു കലാകാരന്മാർക്ക് സമൂഹത്തോട് പ്രതിബദ്ധത വേണമെന്ന്. അത് കലാകാരന്മാർക്ക് മാത്രമല്ല സംഘിക്കൂട്ട, എല്ലാവർക്കും, എനിക്കും നിനക്കും ഒക്കെ ഉണ്ടല്ല സമൂഹത്തോട് പ്രതിബദ്ധത വേണം. പിന്നെ നീ വേടന്റെ കാര്യം പറഞ്ഞിട്ട്, വേടനുണ്ടല്ല സമൂഹത്തോട് നല്ല പ്രതിബദ്ധതയുണ്ട്. അങ്ങനെ വേടൻ പ്രതിബദ്ധത കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിനക്കൊക്കെ ഇമാതിരി പൊട്ടൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുരുപൊട്ടുന്നത് കൊണ്ടൊക്കെയാണല്ലോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ വേടന്റെ നിറത്തെക്കുറിച്ചും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. നിനക്കൊക്കെ അതേ പറ്റൂ. ഉത്തരം മുട്ടുമുണ്ടല്ല ആൾക്കാരെ നിറം പറഞ്ഞും ജാതി പറഞ്ഞും ആക്ഷേപിച്ച് സംസാരിക്കുക. അത് മാത്രമേ നിനക്കും നിന്റെ സംഖ്യക്കും പറ്റൂ. നമുക്ക് ഈ കുരുവട്ടി എലിവാണം അടുത്തതായിട്ട് എന്താ പറഞ്ഞു കേട്ടിട്ട് വന്നാലോ? സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത രീതിയിലാണ് താങ്കളുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ തോന്നിയത്. ഇവിടെ ന്യൂനപക്ഷമെന്നോ എന്താ പറയാ ഭൂരിപക്ഷമെന്നോ എന്നൊന്നും ഇല്ല. ഈ കേരളത്തില്
എന്താ പറയാ, എല്ലാ ആളുകളും ഒരേ പക്ഷത്തോട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അല്ലാതെ ന്യൂനപക്ഷം, ഭൂരിപക്ഷം, പിന്നെ മറ്റേ പക്ഷം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു പക്ഷം തന്നെയാണ്. അപ്പൊ അതിനിടയിലോട്ട് വന്നിട്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് മിസ്റ്റർ വേടൻ. അച്ചോട ആരായി പറയുന്നത്? കുത്തിത്തിരിപ്പ് ജന്മന ജനിച്ച് വീടപ്പം തൊട്ട് കൊണ്ടു നടക്കുന്ന നായരൂട്ടനാണോ ഇമാരി വർത്താനം പറയുന്നത്? തിരുവനന്തപുരത്ത് ഗണഗീതം തടഞ്ഞ ആളുടെ പേര് ഷാൻ എന്ന് കേട്ടപാട് ആ ഷാൻ മുഹമ്മദ് ആക്കിയ ആളല്ലേ നീ വട്ടാവളിയ? അങ്ങനെ ഷാൻ ശശിധരൻ എന്ന ഹിന്ദുവിന ഒറ്റയടിക്ക് ഷാൻ മുഹമ്മദ് എന്ന മുസ്ലിമാക്കി നീണ്ടില്ല. ഇമാതിരി വർത്താനം പറയില്ല കേട്ടാ സംഘി. എന്നിട്ട് അന്ന് ചെയ്ത വീട്ടില് മുസ്ലിങ്ങൾക്ക് എന്നാണ് അമ്പലപ്പറമ്പ് കാര്യം നിങ്ങൾ വേണമെങ്കിൽ പള്ളിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞവരല്ലേ നീ? എന്നിട്ട് നീ മതസൗഹാർദ്ദത്തിന്റെ നന്മേനെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്ന വേട്ടാവളി എലിവാണ സംഘി. പിന്നെ നീ ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞില്ല, കേരളത്തിൽ ന്യൂനപക്ഷമൊന്നും ഭൂരിപക്ഷമൊന്നും ഒന്നുമില്ലാന്നാ. അത് നീ ഇപ്പോഴല്ല സൗദിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇല്ലാത്തത് നമുക്കെല്ലാം മനസ്സിലായി കേട്ടോ. അതായത് കുറച്ച് ദിവസം മുന്നേ നീ പെട്ടുപോയത് കൊണ്ട്, നീ ഒരു സംഖ്യയാണെന്ന് സൗദിയിലുള്ള എല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് മാത്രമാണ് നിനക്കിപ്പം ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരുപോലെ ആയിട്ട് തോന്നുന്നത്. നീ അവിടെ നിന്നൊക്കെ വിട്ട് തിരിച്ച് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാല് നീ യഥാർത്ഥ ചാണക സംഖ്യയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് ഷാൻ ശശിധരൻ എന്ന പേരുള്ള ഹിന്ദുവിന ഒറ്റയടിക്ക് ഷാൻ മുഹമ്മദ് ആക്കി ഇമാതിരി വർത്തമാനം പറയണമെങ്കിൽ കുറച്ചെങ്കിലും നാണവും മാനും ഉളുപ്പുണ്ടാ ചാണക സംഖ്യ നിനക്ക്? നമുക്ക് ഈ ചാണക സംഖ്യ അവസാനമായിട്ട് കുരുപൊട്ടിക്കൊണ്ട് വേടനെതിരെ എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഇലക്ഷൻ വോട്ട് പിടിക്കാനും രാഷ്ട്രീയം പറയാനും വേണ്ടിയിട്ട് താങ്കളുടെ കലാപരമായിട്ടുള്ള ഒരു വേദി അതിനെ രാഷ്ട്രീയപരമായിട്ട് മാറ്റിയെടുക്കരുത്. അത് വളരെ മോശമാണ്. ഇതേപോലെ പച്ചയ്ക്ക് വർഗീയത വിളിച്ച് പറയുകയും ചെയ്യരുത്. കാരണം താങ്കളുടെ പ്രോഗ്രാം കാണാൻ വരുന്നതിൽ 90% 18 വയസ്സ് ഈ തികയാത്ത കുറച്ച് പിള്ളേരാണ്. +1, +2 പഠിക്കണം. 15, 16, 17, 18 വയസ്സിനകത്തുള്ള പിള്ളേരാണ് ഈ വരുന്നത് 90%. പിന്നെ ഒരു 10% വരുന്നത് ഒരു 20, 25, 30 വയസ്സിനകത്തുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് താങ്കളുടെ പ്രോഗ്രാം ആസ്വദിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്ന കൊച്ചു പിള്ളേരുടെ തലയിലോട്ട് ഇമാതിരി വിഷം വർഗീയത കുത്തിക്കയറ്റി വിട്ടുകൊടുക്കരുത്. അത് വളരെ തെറ്റാണ്. അത് മോശമാണ്. നിങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദിയിൽ അത് ചെയ്യുക. രാഷ്ട്രീയം പറയാനായിട്ടുള്ള വേദിയിൽ താങ്കൾ രാഷ്ട്രീയം പറയുക. അല്ലാതെ ഇത്തരത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള ഒരു വേദിയിൽ വന്നിട്ട് അത്രയും കുട്ടികളുടെ അത്രയും ആളുകളുടെ മുമ്പിൽ ഇത്രയും ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞ് വർഗീയത കുത്തിക്കയറ്റി തലയിലോട്ട് കൊടുക്കുന്നതും ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും നല്ലതല്ല. മോനെ സംഘിക്കുട്ട, നീ ഇപ്പം കാണിക്കുന്ന ഈ വൃത്തികെട്ട പരിപാടിയില്ലേ, ഇതാണ് നല്ലതല്ല മോനെ. വേടം പാടാൻ വന്നു കഴിഞ്ഞാല് രാഷ്ട്രീയം തന്നെയാ സംസാരിക്കുമെന്നും രാഷ്ട്രീയം തന്നെയാ പാടുകയെന്നും എല്ലാവർക്കും അറിയാം. ആ വേദിയില് വേടൻ സംഘപരിവാറിനെ നല്ലോണം വിമർശിക്കുമെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വേടം വന്നു കഴിഞ്ഞാല് വേടൻ രാഷ്ട്രീയം തന്നെ പറയും, രാഷ്ട്രീയം തന്നെ പാടും. നീയൊക്കെ അമ്പലത്തിലുണ്ടല്ല ഭക്തിഗാനം പാടേണ്ട അമ്പലത്തില് നിന്നെയൊക്കെ ഗണഗീതം പാടുന്നുണ്ടല്ല. അതുകൊണ്ട് നീയൊക്കെ ഉണ്ടല്ല അധികം ഡയലോഗ് ഉണ്ടല്ല അടിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഇനി വേടം പറയുന്ന രാഷ്ട്രീയവും വേടം പാടുന്ന പാട്ടുണ്ടല്ല നീയും നിന്റെ സംഖ്യകളും അംഗീകരിച്ചില്ലെങ്കിൽ വേടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരല്ലേ, അവർക്കിടല്ല മണ്ണും പുണ്ണാക്കുമാണ്. മണ്ണും പുണ്ണാക്കും ഏച്ച് പോടാ ചാടക സംഖ്യ. ഈ ഇന്ത്യയിലായാലും ശരി കേരളത്തിലായാലും ശരി സ്റ്റേജ് കെട്ടിയിട്ടും സ്റ്റേജ് കെട്ടാനും പച്ച വർഗീയത വിളിച്ചു പറഞ്ഞത് നീയും നിന്റെ ചാണക സംഖ്യയിലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ആ പച്ച വർഗീയത പറഞ്ഞത് വേടനാണെന്ന് പറഞ്ഞിട്ട് വേടന്റെ തലയിൽ ഇടാൻ നോക്കണ്ട അൽ ചാണക സംഖ്യ. പിന്നെ നീ കേരളത്തിനും ഇന്ത്യയിൽ മാത്രമല്ല പച്ച വർഗീയത പറഞ്ഞത്, സൗദിയിൽ ഇരുന്നിട്ട് അതായത് അന്നം തന്ന നാട്ടില് അതായത് അന്നം തന്ന മുസ്ലിങ്ങളെ തന്നെ തെറി വിളിച്ച മഹാനുഭാവനായ സംഖ്യയാണെന്ന് നീ തെളിയിച്ചതല്ലേ. അതുകൊണ്ട് നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ പരിപാടി ഉണ്ടല്ലോ, വേടനെ പോലത്തെ ആൾക്കാരെയും കാണുമ്പോഴല്ല ഇങ്ങനെ വൃത്തികേട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, കുരുപൊട്ടുക, പിന്നെ സ്ഥിരം പരിപാടി സൂറി എറിയുക, സുണി പൊക്കി കാണിക്കുക, അതൊക്കെ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി രാഹുൽ ആർ നായരെ ഞാൻ നിന്നോട് പറയട്ടെ, ഈ കേരളത്തിലായാലും ശരി ഈ ഇന്ത്യയിലായാലും ശരി വേടനായാലും ശരി ആരായാലും ശരി എന്ത് പാടണം എന്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ടല്ല അവരവർ തന്നെ തീരുമാനിക്കും. കാരണം ഉണ്ടല്ല ഈ ഇന്ത്യയും ഈ കേരളവും നിന്റെ പിതാവിന്റെ വകയല്ല കേട്ടാ വേട്ടാവളിയൻ അൽ ചാണക സംഖ്യ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുരുപൊട്ടി നായർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.